മീൻസ് മറ്റൊന്ന് നമ്മളിപ്പോൾ ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. അതായത് ഈ എയ്ഡഡ് സ്കൂളുകൾ അനധികൃതമായി പണം പിരിക്കുന്നു എന്ന് പറഞ്ഞ് പല എയ്ഡഡ് പല എന്നല്ല ഏതാണ്ട് മഹാഭൂരിപക്ഷം എയ്ഡഡ് സ്കൂളുകളിലും അധ്യാപന നിയമനം പണം പിരിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ക്യാപിറ്റേഷൻ ഫീ വാങ്ങിക്കൊണ്ടാണ്. ഒന്ന്. രണ്ട്, അത് തന്നെ ക്യാപിറ്റേഷൻ ഫീ വാങ്ങിയാൽ അല്ലെങ്കിൽ അവർക്ക് നിയമനം നൽകാൻ പണം വാങ്ങിയാൽ നിയമനം നൽകുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അതിനോട് മന്ത്രി ശിവൻകുട്ടിയെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പ്രതികരിച്ചിരുന്നു. ഇപ്പോൾ മറ്റൊരു വാർത്ത കണ്ണൂർ കടമ്പൂരിൽ നിന്നുള്ളതാണ്. എയ്ഡഡ് സ്കൂൾ മാനേജ്മെൻറ്റ് കുട്ടികളിൽ നിന്ന് അനധികൃതമായി പിരിവെടുക്കുന്നു എന്നുള്ളതാണ്. സ്കൂളിൻ്റെ വൈദ്യുതി, കുടിവെള്ള ബില്ലുകൾ എന്നിവയുടെ പേരിലാണ് ഈ മാനേജ്മെൻറ്റ് കോടികൾ പിരിച്ചെടുക്കുന്നത്. ചോദ്യപേപ്പർ, സർക്കാർ സൗജന്യമായി നൽകുന്ന ചോദ്യപേപ്പറിനും കുട്ടികൾ മാനേജ്മെൻറ്റിന് പണം കൊടുക്കേണ്ട, ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് മിനിസ്റ്റർ? ഇക്കാര്യത്തിൽ ഒരു നിരീക്ഷണം വിദ്യാഭ്യാസ വകുപ്പിന് ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു പുതിയ ഒരു ശ്രദ്ധയും അതുപോലെ തന്നെ പരിശോധനയും ഇപ്പോൾ നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതിൽ കുറേ കാര്യങ്ങൾ ശരിയായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ നമുക്ക് ഗവൺമെൻറ് സ്കൂളുണ്ട് ഒരു നിലവാരത്തിൽ, രണ്ട് എയ്ഡഡ് മാനേജ്മെൻ്റ് ഉണ്ട്. ഗവൺമെൻറ്റിൻ്റെ ശമ്പളവും മറ്റ് സാമ്പത്തിക ആനുകൂല്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് സ്കൂളുണ്ട്. അൺഎയ്ഡഡ് മാനേജ്മെൻ്റ് ഉണ്ട്. ഗവൺമെൻറ്റിൻ്റെ NOCയുടെ അടിസ്ഥാനത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന അൺഎയ്ഡഡ് മാനേജ്മെൻറ്റുമുണ്ട്. ഗവൺമെൻറ് സ്കൂളിലാണെങ്കിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖാന്തരമാണ് നിയമനം നടത്തുന്നത്. എല്ലാവർക്കും അറിയാവുന്നതാണ്. എയ്ഡഡ് മാനേജ്മെൻറ്റിലാണെങ്കിൽ മാനേജ്മെൻറ്റ് തന്നെയാണ് നിയമനം നടത്തുന്നത്. അവിടെ സംവരണമൊന്നും പാലിക്കുന്നില്ല എന്നുള്ള വിവരം എത്രയോ വർഷക്കാലമായി നമുക്കറിയാവുന്ന കാര്യമാണ്. അൺഎയ്ഡഡ് മാനേജ്മെൻറ്റിലാണെങ്കിൽ അവർ തന്നെയാണ് നിയമനം നടത്തുന്നത്. പക്ഷേ ഇപ്പോഴത്തന്നെ അവിടെയുള്ള അധ്യാപക സംഘടനകളുടെയൊക്കെ ഈ അനധ്യാപക സംഘടനകളുടെയൊക്കെ തന്നെ നിവേദനം പരതുവനി കിട്ടുന്നുണ്ട്. എല്ലാ മന്ത്രിമാർക്കും കിട്ടുന്നുണ്ട്, ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്കും കിട്ടുന്നുണ്ട്. അവർക്ക് ഒരു ന്യായമായ ശമ്പളം കിട്ടുന്നില്ല എന്നുള്ള കാര്യം കിട്ടുന്നുണ്ട്. ഒരു ഭാഗം അത്. രണ്ടാമത്തെ ഭാഗം, ഗവൺമെൻറ് സ്കൂളുകളിൽ പാരൻറ് ടീച്ചേഴ്സ് അസോസിയേഷനുണ്ട്. PTA ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഈ ജനകീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയോടുകൂടി പാരൻറ് ടീച്ചേഴ്സ് അസോസിയേഷൻ പ്രധാനപ്പെട്ട റോളുണ്ട്. എന്നാൽ പല സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളെന്ന് പറയാൻ പറ്റില്ല, ചില സ്ഥലങ്ങളിൽ പാരൻറ് ടീച്ചേഴ്സ് അസോസിയേഷൻ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല. അവരേതാണ്ട് ഒരു ഭരണസമിതിയുടെ ഭാഗമാണ്, സ്കൂളിൻ്റെ ഭരണസമിതിയുടെ ഭാഗമാണെന്നുള്ള നിലയിലാണ് അവർ കാണുന്നത്. PTA എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് ആ സ്കൂളിനെ സപ്പോർട്ട് ചെയ്യുക, ആ സ്കൂളിൻ്റെ നല്ല പ്രവർത്തനത്തിന് വേണ്ടി നാട്ടുകാരെന്നുള്ള നിലയിൽ ഉള്ള സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതല്ലാതെ ദൈനംദിന ഭരണകാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടത് പ്രിൻസിപ്പളാണ്, അവിടുത്തെ HM ആണ്. അതാണ് ഒരു കാര്യം. അതുപോലെ തന്നെ ഗവൺമെൻറ് സ്കൂളിൽ പാരൻറ് ടീച്ചേഴ്സ് അസോസിയേഷന് അത്യാവശ്യം കാര്യങ്ങൾ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി ഒരു ചെറിയ ഫണ്ടെല്ലാം ഒരു അഡ്മിഷൻ സമയത്ത് കുട്ടികളിൽ നിന്ന് സ്വീകരിക്കുന്നത് തെറ്റില്ല. പക്ഷേ മത്സരിച്ച് വലിയ എമൗണ്ട് പിരിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. അങ്ങനെ പരാതി കിട്ടിയാൽ അത് കർശനമായി തന്നെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ചിലത്. ഇനിയും അത് അങ്ങനെ പരാതി കിട്ടിയാൽ സ്വീകരിക്കും. രണ്ടാമത്തെ കാര്യം ഈ നമ്മുടെ എയ്ഡഡ് മാനേജ്മെൻറ്റാണ്. ഞാൻ 10 വർഷത്തിലധികം ശമ്പളം കിട്ടാതെ പഠിപ്പിക്കുന്ന ടീച്ചർമാരുടെ വളരെ ദയനീയമായിട്ടുള്ള പരാതികൾ എൻ്റെ കൈവശം കിട്ടിയിട്ടുണ്ട്. പല കാരണങ്ങളാണ്. ഒന്ന്, ഞങ്ങളുടെ DO അംഗീകാരം കൊടുക്കാത്തതിന് അതിൻ്റേതായ കാരണം ഉണ്ടാവാം. അതുപോലെ തന്നെ മാനേജ്മെൻറ്റിന് യഥാർത്ഥ വേക്കൻസി ഇല്ലാതെ തന്നെ അധ്യാപകരെ നിയമിച്ച ശേഷം 8-10 വർഷക്കാലം ആകുമ്പോൾ ശമ്പളം കിട്ടാത്തതിൻ്റെ പ്രശ്നമുണ്ട്. ലീവ് എടുത്ത് പോകുന്ന ആ വേക്കൻസിയിൽ ആളിനെ നിയമിക്കുക, അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം പുതിയൊരു പ്രശ്നം കൂടെ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഡിഫറൻ്റ്ലി ഏബിളായിട്ടുള്ള ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാരുടെ സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലുള്ള സംവരണം പാലിച്ചിട്ട് മാത്രമേ പുതിയ നിയമനം നടത്താൻ കഴിയൂ എന്നുള്ള സംഗതിയുണ്ട്. അങ്ങനെ ഒരുപാട് അധ്യാപകർ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഞാനൊരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഒരു പ്രത്യേക നിർദ്ദേശം നൽകിയിരിക്കുന്നു. അതൊരു 3 സോണൽ ഏരിയ ആയിട്ട് നിശ്ചയിച്ച് ഒരു അദാലത്ത്, ഇത്തരം കൂട്ടരുടെ അദാലത്ത് നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ അപേക്ഷ നേരത്തെ സ്വീകരിച്ച് ബന്ധപ്പെട്ട കാൻഡിഡേറ്റിനെയും മാനേജ്മെൻറ്റിനെയും അതുപോലെ ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരും മന്ത്രിയും കൂടെ ഇരുന്നുകൊണ്ട് അതിന് അപ്പോൾ തന്നെ ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. സ്കൂൾ തുറന്ന് 1 മാസത്തിനും തന്നെ ആ കാര്യം നിർവഹിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം അൺഎയ്ഡഡ് മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളമാണ്. ഗവൺമെൻറ് NOC വാങ്ങിക്കൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത്.
പ്രവർത്തിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ വലിയ തുകകളാണ് വാങ്ങുന്നത്. 1-ാം ക്ലാസ്സിലേക്കുള്ള പ്രവേശനത്തിനും പ്രീ പ്രൈമറി പ്രവേശനത്തിനും LKG UKG പ്രവേശനത്തിനുമൊക്കെ തന്നെ വലിയ തുക സംഭാവന വാങ്ങുകയാണ് പല നിലയിലും. അത് നമ്മൾ വിദ്യാഭ്യാസ നിയമത്തിൽ കേരള വിദ്യാഭ്യാസ ആക്ടും ചട്ടങ്ങളും പരിശോധിച്ച് നോക്കിയാൽ അങ്ങനെയൊന്നും കാശ് കുട്ടികളിൽ നിന്ന് നിർബന്ധപൂർവ്വം വാങ്ങാൻ വേണ്ടി ഒരു കാരണവശാലും പാടില്ല. അതിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു പഠനം തന്നെ നടത്തുന്നതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ചിട്ടുണ്ട്. നമുക്ക് ന്യായമായ കാര്യങ്ങൾ അംഗീകരിക്കാം. അന്യായമായി കുട്ടികളെ രക്ഷകർത്താക്കളെയും ബുദ്ധിമുട്ടിക്ക് ഉണ്ടാകുന്ന രൂപത്തിലുള്ള പണപ്പിരിവും സാമ്പത്തികം അടിച്ചേൽപ്പിക്കലും ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കുന്ന കാര്യമല്ല. നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ കറണ്ടിനും വെള്ളത്തിനും അതുപോലെ അവിടെ മറ്റ് പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഉള്ള ഫണ്ടെല്ലാം വാങ്ങുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്ന് മാത്രമല്ല അഡ്മിഷൻ്റെ കാര്യത്തിലും അഡ്മിഷൻ ഇപ്പോൾ എയ്ഡഡ് മാനേജ്മെൻറ്റിൻ്റെ സ്ഥാപനങ്ങളിലും ഗവൺമെൻറ് സ്കൂളുകളിലും ഒരു ടൈമുണ്ട് അഡ്മിഷന് വേണ്ടിയുള്ള ടൈം. ഇത് ചില വിദ്യാലയങ്ങളിൽ 6 മാസങ്ങൾക്ക് മുമ്പേ തന്നെ അഡ്മിഷൻ തുടങ്ങുകയാണ്. LKG കുട്ടികൾക്ക് UKG കുട്ടികൾക്കും പ്രവേശന ടെസ്റ്റ് നടത്തുകയാണ്. അതൊന്നും നമ്മുടെ വിദ്യാഭ്യാസ ചട്ടത്തിൽ പറയുന്ന കാര്യമില്ല. ആ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു ജനകീയ വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനം എന്നുള്ള നിലയിൽ ഒരു മാറ്റം അനിവാര്യമാണ്. ആ മാറ്റത്തിന് വേണ്ടിയുള്ള പരിശ്രമത്തിൽ എല്ലാവരുടെയും സഹായം പ്രതീക്ഷിക്കുകയാണ്. ഈ കടമ്പൂരിൻ്റെ കാര്യം അങ്ങ് അന്വേഷിച്ചിരുന്നു. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ധർമ്മടം നിയമസഭാ മണ്ഡലത്തിൽ പെടുന്നതാണ്. അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ സ്കൂളിൻ്റെ വൈദ്യുതി, കുടിവെള്ള ബില്ല് ഒക്കെ തന്നെയും അത് ചോദ്യ പേപ്പറിനടക്കം പണം വാങ്ങുന്നത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞ ശേഷമാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. ഞാനത് പരിശോധിക്കാം, തീർച്ചയായിട്ടും പരിശോധിക്കാം. അവിടുന്ന് ആരും അങ്ങനെ ഒരു പെറ്റീഷനൊന്നും കൊണ്ട് തന്നിട്ടില്ല. ഇതൊരു ഒരു പ്രശ്നമായി എടുത്തുകൊണ്ട് തന്നെ നമുക്ക് പരിശോധിക്കാം, തീർച്ചയായിട്ടും പരിശോധിക്കാം. അല്ല, ഒരു എയ്ഡഡ് സ്കൂളിൽ അങ്ങനെ വാങ്ങാൻ പാടില്ലല്ലോ അല്ലേ? അതിപ്പോൾ വാങ്ങുന്നുണ്ട് എങ്കിൽ അത് തെറ്റാണ്. അതാണല്ലോ ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തത്. അങ്ങനെ ഒരു കാരണവശാലും വാങ്ങാൻ പാടില്ലെന്ന് നമ്മൾ ശ്രദ്ധയപ്പെട്ട നടപടി എടുക്കും. ഉദാഹരണം ഇപ്പോൾ തൃശ്ശൂരിൽ താങ്കൾക്കൊക്കെ അറിയാവുന്ന ഒരു സാഹിത്യകാരിയും അഡ്വക്കേറ്റുമായിട്ടുള്ള ഒരു വനിത തൻ്റെ ഭിന്നശേഷിയുള്ള കുട്ടിയും കൊണ്ട് അഡ്മിഷന് വേണ്ടി സ്കൂളിൽ ചെന്നപ്പോൾ അവിടുത്തെ HM വളരെ മോശമായി അവരെ മാനസികമായി വളരെ വിഷമമുണ്ടാകുന്ന രൂപത്തിൽ പെരുമാറിയെന്ന് പറഞ്ഞ് ഫേസ്ബുക്കിലൊരു പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു. ആ ഫേസ്ബുക്കിലെ പോസ്റ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ പ്രസ് സെക്രട്ടറി അവരോട് നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. അന്വേഷിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അപ്പോൾ തന്നെ ഞങ്ങളുടെ വിജിലൻസ് വിഭാഗത്തെ ചുമതലപ്പെടുത്തി വിത്തിൻ 2 days അത് അന്വേഷണം നടത്തി. അത് കാര്യം ബോധ്യപ്പെട്ട് പ്രിൻസിപ്പാളിനെ സസ്പെൻഡ് ചെയ്തു. പ്രിൻസിപ്പാളിനെ സസ്പെൻഡ് ചെയ്ത് പത്രത്തിൽ വാർത്തയും കൊടുത്തു. അപ്പം അങ്ങനെ നമ്മൾ ശ്രദ്ധയപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ അത് വളരെ ഗൗരവമുള്ള വിഷയമാണ് മിനിസ്റ്റർ. നേരത്തെയും ഞാൻ പല ഫേസ്ബുക്ക് പോസ്റ്റുകളും വായിച്ചിട്ടുണ്ട്. പലരുടെയും കണ്ണീര് വീഴുന്ന ഇടമായി ഈ പ്രിൻസിപ്പൽമാരുടെ അല്ലെങ്കിൽ ഹെഡ്മിസ്ട്രസ്മാരുടെ മുറികൾ മാറിയിട്ടുണ്ട്. ശ്രദ്ധയിൽപ്പെട്ടാൽ നമുക്ക് നടപടി സ്വീകരിക്കാം. നമുക്കത് ഒരു സിസ്റ്റമാണ്. നമുക്ക് ഒരു ദിവസം കൊണ്ട് നമുക്ക് മാറ്റിമറിക്കപ്പെടാൻ കഴിയില്ല. നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങൾ നമുക്ക് ഇടപെടാം. കാര്യം വെച്ചാൽ ഈ 1,92,200 വരുന്ന അധ്യാപകരും 47 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളും ഒക്കെ ഉള്ള വലിയ ഒരു സംവിധാനമാണല്ലോ നമ്മുടെ സംവിധാനം എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റീസ് ഉള്ള സംവിധാനമാണ്. പരീക്ഷ നടത്തുക, യുവജനോത്സവം നടത്തുക, സ്പോർട്സ് ഫെസ്റ്റിവൽ നടത്തുക, ആർട്സ് ഫെസ്റ്റിവൽ നടത്തുക, ശാസ്ത്രമേള നടത്തുക, മറ്റ് കേരളത്തിന് പുറത്തുള്ള ഫെസ്റ്റിവലിൽ കുട്ടികളെ പങ്കെടുപ്പിക്കുക. അങ്ങനെയൊക്കെ പൊതുവിദ്യാഭ്യാസ വകുപ്പെന്ന് പറഞ്ഞാൽ രാത്രിയും പകലും വർക്ക് ചെയ്യേണ്ട ഒരു വകുപ്പാണ്. അപ്പോൾ അതിൽ ആ ബോളത്തിനിടയിൽ നമുക്ക് കിട്ടുന്ന പരാതിയിൽ പരിശോധിച്ച് നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി പോകുന്നുണ്ട്. ഈ അടിസ്ഥാന സൗകര്യങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് നമ്മൾ ഏറ്റവും ആദ്യം ചർച്ച ചെയ്യേണ്ട വിഷയം അതാണ്. തൃപ്തികരമാണോ മിനിസ്റ്റർ നമ്മുടെ സ്കൂളുകളിലെ, പ്രത്യേകിച്ച് സർക്കാർ സ്കൂളുകളുടെ ആയിക്കോട്ടെ, എയ്ഡഡ് ആയിക്കോട്ടെ, അൺഎയ്ഡഡ് ആയിക്കോട്ടെ? അതായത് നമ്മൾ 5,000 കോടി രൂപ, വെറുതെ ഒരു കണക്ക് പറയുന്നതല്ല, 5,000 കോടി രൂപ കിഫി മുഖാന്തരമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ കേരളത്തിലെ ഗവൺമെൻറ് സ്കൂളുകളിൽ നടന്നിട്ടുണ്ട്. അതെല്ലാം നന്നായി തന്നെയാണ് നടന്നിട്ടുള്ളത്. നല്ല ഏറ്റവും എല്ലാ സൗകര്യങ്ങളോടുകൂടി തന്നെയാണ് നടന്നിട്ടുള്ളത്. എന്നാൽ ഇനിയും നമുക്ക് നടത്തേണ്ട കുറേ ഒരു 25% വിദ്യാലയങ്ങളെങ്കിലും ഇനി വളരെ അത്യാവശ്യമായിട്ട് തന്നെ നിർമ്മാണ പ്രവർത്തനം നടത്തേണ്ടതായിട്ടുണ്ട്.
അത് നമുക്ക് നടത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഇത്. മറ്റൊരു കാര്യം, ഈ എയ്ഡഡ് മാനേജ്മെൻറ്റ് എല്ലാ സ്ഥലത്തും ഈ പുതിയ കെട്ടിടങ്ങളൊന്നും കിട്ടുന്നില്ല. എന്നാൽ ചില എയ്ഡഡ് മാനേജ്മെൻറ്റ് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ മാതൃക സ്വീകരിച്ചുകൊണ്ട് കെട്ടിടങ്ങൾ കിട്ടുന്ന നിലപാടും സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ ഗവൺമെൻറ് സ്കൂളുകൾ നന്നായി എല്ലാ ഘട്ടങ്ങളും വരുന്നതോടുകൂടി കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുന്നുണ്ട്. 45,000-ഓളം വരുന്ന സ്മാർട്ട് ക്ലാസ് റൂംസ് ആയിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാ അത്യന്താധുനിക സംവിധാനങ്ങളോടും കൂടി ഉള്ള നല്ല പുരോഗതി തന്നെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, വയനാട് ജില്ലയിൽ കഴിഞ്ഞ 4-5 വർഷങ്ങൾക്ക് മുമ്പാണ് പാമ്പ് കടിയേറ്റ ഒരു കുട്ടി മരിച്ചത്. ഓർമ്മയുണ്ടാവും താങ്കൾക്ക്. അപ്പോൾ അത് വലിയ വാർത്തയൊക്കെ ആയിരുന്നതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പോയിരുന്നു. അവിടെ ഒരു 5 നില കെട്ടിടം നമ്മുടെ ഫണ്ട് ഉപയോഗിച്ച് കെട്ടി, ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കെട്ടി. അത് ഉദ്ഘാടനം ചെയ്തു. അതിൽ ലിഫ്റ്റുണ്ട്. നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളിൽ ഇപ്പോൾ കിട്ടുന്ന പല സ്കൂളുകളിലും ലിഫ്റ്റിൻ്റെ സൗകര്യം കൂടെ ഉണ്ട്. കാരണം വെച്ചാൽ കുട്ടികൾക്ക് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ പാഠപുസ്തകവും സഞ്ചിയും എല്ലാം തോളിൽ തൂക്കിയിട്ടുണ്ട്. കയറി പോകുമ്പോൾ പലരും പരാതി പറയുന്നുണ്ട്, അവർക്ക് ഈ ഡിസ്കിന് വേദന വരുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള അസ്വസ്ഥതയൊക്കെ ഉണ്ടാകുന്ന കൂട്ടുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളടക്കം നമ്മൾ പരിഗണിക്കപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. മിനിസ്റ്റർ, നന്ദി സഹകരിച്ചതിന്. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് മന്ത്രി പറയുന്നത്. പ്രത്യേകിച്ച് എയ്ഡഡ് മേഖലയിൽ നടക്കുന്ന കൊള്ള അത് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. അക്കാര്യത്തിൽ വിശദമായ പരിശോധന നടത്തുമെന്ന്, ഒപ്പം തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണ് എന്ന്.